നമ്മുടെ സ്വന്തം നാട്ടിലാണ് ദേശാടന പക്ഷികളുടെ പറുദീസ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇഷ്ടംപോലെ ദേശാടന പക്ഷികൾ എല്ലാ വർഷത്തിലും വരാറുണ്ട്. ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഒരുപാട് പക്ഷികളുണ്ട്. ഇതൊക്കെ പണ്ട് ഈ നെൽകൃഷിയൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. ഇപ്പോൾ നെൽകൃഷിയില്ല, ഇപ്പം വെള്ളം കയറി നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ദേശാടന പക്ഷികളുടെ പറുദീസയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിക്കടുത്തുള്ള ക്ലാപ്പന എന്ന് പറയുന്ന സ്ഥലമാണിത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ, എൻ്റെ സ്ഥലമായതുകൊണ്ട് പറയല്ല, വളരെ ഗംഭീരമായിട്ടുള്ള സ്ഥലമാണ്, പറയാൻ വാക്കുകളില്ല. ഇവിടെ നേരത്തെ നെൽകൃഷി ഉണ്ടായിരുന്നു, ഇപ്പോൾ നെൽകൃഷിയില്ല. അതിനുള്ള കാരണമെന്ന് വെച്ചാൽ ഉപ്പ് വെള്ളം കയറുന്ന സ്ഥലമാണ്. അങ്ങനെ നെൽകൃഷികളൊക്കെ നശിച്ചു പോയി. പിന്നെ കാലക്രമേണ നെൽകൃഷി ഇല്ലാണ്ടായി. ഇപ്പോൾ ഇവിടെ ഇതുപോലെയുള്ള പാടങ്ങളിലൊക്കെ ഒരുപാട് കാണുന്ന പോലെ ദേശാടന പക്ഷികൾ വിരുന്ന് വരാറുണ്ട്. എല്ലാ വർഷവും ഈ ഒരു സമയമാകുമ്പോൾ ഇഷ്ടം പോലെ ദേശാടന പക്ഷികൾ വരാറുണ്ട്. ഏത് രാജ്യത്തു നിന്നൊക്കെയാണോ ഇതൊക്കെ വരുന്നതെന്ന് അറിയത്തില്ല, ഇതിൻ്റെ പേരുകൾ പോലും അറിയത്തില്ല. അങ്ങനെ കാണാൻ നല്ല രസമാണ്. ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇതൊക്കെ എല്ലാ ദിവസവും, ഇപ്പോൾ എല്ലാ ദിവസവും ഈ സമയത്ത് ദേശാടന പക്ഷികളുടെ സീസണാണ്, കാണാൻ പറ്റും. ദേശാടന പക്ഷികളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു ദേശത്തു നിന്നും മുട്ടയിടാനും മറ്റും മറ്റൊരു ദേശത്തേക്ക് പറക്കുന്ന പക്ഷികളാണ് ദേശാടന പക്ഷികൾ. പക്ഷികളുടെ ഈ ദേശാടനം ഋതുക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവയ്ക്ക് പൊതുവെ സ്ഥിരമായൊരു സ്ഥലം ഉണ്ടായിരിക്കുന്നതല്ല, നിരന്തരം ഇവർ തീറ്റ തേടിയും മറ്റും സഞ്ചരിക്കുന്നവയാണ്. പക്ഷികളുടെ പല വിഭാഗങ്ങളും ദേശാടനം നടത്തുന്നവയാണ്. ഇതിനിടയിൽ പട്ടിണി കൊണ്ടും വേട്ടയാടൽ കൊണ്ടും വലിയ നാശം സംഭവിക്കുന്നുവെങ്കിലും ഒരു പ്രകൃതി പ്രതിഭാസം എന്ന പോലെ അവ ഒരു ദേശത്തു നിന്നും വേറൊരിടത്തേക്ക് പറക്കുന്നു. അത് അവയുടെ ഉത്ഭവം മുതൽ ഉണ്ടെന്ന് മാനിക്കണം. കാരണം മനുഷ്യന് കിട്ടാവുന്ന ആദ്യ തെളിവുകളിലെല്ലാം പക്ഷികളുടെ സഞ്ചാരത്തെപ്പറ്റി പറയുന്നുണ്ട്. കാളിദാസന്റെ മേഘസന്ദേശത്തിൽ മാനസ സരസിൽ നിന്ന് മുട്ടയിടാനായി മാലാകാരത്തിൽ വന്നുപോകുന്ന വലാഹ പക്ഷികളെയും താമരത്തളിൽ തിന്നു പറക്കുന്ന രാജവംശങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട്.